ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്ക് ഡ്യുവൽ കളർ വെച്ചിട്ടൊരു നെറ്റഡ് ഫ്രോക്ക് ഡിസൈൻ ചെയ്ത് നോക്കിയാലോ? വായോ. അപ്പോൾ നമ്മൾ 2 കളറിലെ നെറ്റ് ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേ മോഡലൊരു ഹാൻഡ് വർക്കാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ടോട്ടൽ നമ്മൾ 8 മീറ്റേഴ്സ് ഓഫ് മെയിൻ ഫാബ്രിക്കും 6 മീറ്റേഴ്സ് ഓഫ് ലൈനിങ്ങും ആണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 പാർട്ടായിട്ട് ഫ്രോക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 32 ആണ്. 3 to 4 ഇയേഴ്സിൻ്റെ അളവിനാണ് കേട്ടോ ചെയ്യുന്നത്. ലൈനിങ് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം മുകളിലത്തെ പാർട്ട് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. 5.5 ഷോൾഡർ, താഴോട്ട് 4 ആം ഹോളിന്. ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് 6 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുത്തേ. താഴോട്ട് നമുക്ക് 9 നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുത്തിട്ട് 11 വേസ്റ്റ് 6 അളവ്. അവിടെയും തയ്യൽ തുമ്പ് കൊടുത്തു. 1/2 ഇഞ്ച് ആം ഹോള് ചരിച്ച് വരച്ചു. 2.25 നെക്ക് വിത്ത് കൊടുക്കുന്നത്. അവിടുന്ന് ഷോൾഡറിലോട്ട് 1/2 ഇഞ്ച് സ്ലോപ്പ് കൂടെ കൊടുത്തേ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നെറ്റ് ആയതുകൊണ്ട് തന്നെ ഡബിൾ ലെയർ ലൈനിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട് നെറ്റ്. അതിൻ്റെ നല്ല വശത്ത് നമുക്ക് ഈ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ ലൈനിങ് ഹാൻഡ് വർക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ വിക്തും പിന്നെ നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റും ആണ് മെയിനായിട്ട് വേണ്ടത്. അതിനുള്ളിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നെറ്റിനകത്തിൽ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഡബിൾ ചാർജാണ്. എന്താണെന്നറിയോ? നെറ്റിനകത്തിൽ നമുക്ക് വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, ട്രേസ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ നമുക്ക് സ്പീഡിൽ നെറ്റിനകത്തിൽ ഹാൻഡ് വർക്ക്, നെറ്റ് മെറ്റീരിയലിനകത്തിൽ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം നെറ്റ് പെട്ടെന്നായിരിക്കും ഡാമേജ് ആവാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ടൊക്കെയാണ് നെറ്റിനകത്തിൽ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുമ്പോൾ റേറ്റ് കൂടുതൽ. ഇപ്പോൾ ഒരു 1000 രൂപയുടെ വർക്കാണെങ്കിൽ അത് നമ്മൾ ചെയ്തെടുക്കാനുള്ള ടൈമും എഫേർട്ടും ഇരട്ടിയാണ്. അതുകൊണ്ട് 2000 രൂപയാവും കേട്ടോ ആ സെയിം വർക്ക് നെറ്റിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. പേപ്പറിൽ 2.25 വിക്തിലും 3.5 ഇറക്കത്തിലും ഒരു ചെറിയ റൗണ്ടിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുവാണ് ഞാൻ. നമ്മുടെ ഫ്രണ്ട് നെക്കാണ്. ഇതാ. ഇനി നമ്മൾ ആ ട്രേസ് ചെയ്ത് വെച്ചില്ലേ, വരച്ച് വെച്ച ആ തുണിയിലേക്ക് നെക്ക് കൂടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുവാണ്. ഈ നെക്കിൻ്റെ ആ ഭാഗം വിട്ടിട്ട് വേണം നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ. ആ നെക്കിൻ്റെ അവിടുന്ന് താഴോട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ നമ്മൾ വിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഹാൻഡ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ താഴോട്ട് നമ്മൾ 11 എടുത്തിട്ടില്ലേ തയ്യൽ തുമ്പൂടെ കൂട്ടി. അവിടെ നിന്ന് 11 വേണ്ട, നമുക്ക് 9 വരെ മതി ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ. തയ്യൽ തുമ്പി ഹാൻഡ് വർക്ക് ചെയ്യണ്ടല്ലോ. ഞാൻ ഷുഗർ ബീഡ്സ്, ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ത്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു പിങ്കിഷ് കളർ ത്രെഡ് കൂടെ എടുത്തിട്ടുണ്ട്. അധികം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടില്ല.
അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തെടുത്ത് ലൈനിങ് സെക്യൂർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാവേ. നെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ടൈം എടുക്കുന്നൊരു വർക്കായിരുന്നു. ഇനി അതിനെ തിരിച്ചിട്ട് നമ്മൾ ആ വരച്ചെടുത്ത ആ ഒരു ലൈൻ ഇപ്പോഴും കാണും. അപ്പോൾ അതിലേ നമ്മൾക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുവാണേ. ഞാൻ ഡബിൾ ലെയർ ലൈനിങ് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിൽ വീഴാതെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുവാണ്. തിരിച്ചിട്ടിട്ട് ലൈനിങ് മാറ്റിയിട്ട് ഒരു പതിച്ചു കൊടുക്കുന്നുണ്ട്. സാറ്റേൻ്റെ നല്ല കട്ടിയുള്ള ലൈനിങ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. സാറ്റേൻ്റെ ലൈനിങ് അല്പം കട്ടിയുള്ളത് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് പിഞ്ചി പോകുന്ന ലൈനിങ് ഇട്ടാൽ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വർക്ക് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ അതിൻ്റെ ഫുൾ ഒരു ഭാഗം ആയിരിക്കത്തില്ല ഡാമേജ് ആവുന്നത്. ഒന്ന് എവിടെയെങ്കിലും ഉടക്കി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രോക്കും ഡാമേജ് ആയിക്കോളും. ബാലൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതേ രീതിയിൽ നമുക്ക് ബാക്ക്വേർഡ് ചെയ്തെടുക്കണേ. പിന്നെ നെറ്റ് എടുത്തിട്ടുണ്ട്. നെറ്റ് ഞാൻ ബാലൻസ് വന്ന നെറ്റ് മൊത്തം മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സംതിങ് 8 മടക്കി ഇട്ട് കൊടുത്തേക്കുവാണ്. ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് അത്രയും മടക്കി ഇട്ട് കൊടുത്തു. നമുക്ക് 23 വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 24 ഞാൻ സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഡ്യുവൽ കളറായതുകൊണ്ട് തന്നെ നമുക്ക് ആ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിനെ ഒന്ന് അളന്ന് നോക്കാം. 1 മീറ്ററിൽ കട്ട് ചെയ്തെടുക്കാവേ നമുക്ക്. ഫ്രണ്ടിൽ ഒരു 4 കളറും ബാക്കിൽ ഒരു 4 കളറുമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ അളവ് കൂടുന്ന കുഞ്ഞുങ്ങൾക്ക് അതിലും കൂടുതലായിട്ട് നമുക്ക് കളറ് മാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 1 മീറ്റർ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 1/2 മീറ്ററൊക്കെ എടുത്ത് നമ്മൾ ഗ്യാതറിങ് കൊടുക്കുമ്പോൾ ആ കളർ ഒട്ടും തന്നെ കാണില്ല. 1 മീറ്ററൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ കാണും. അപ്പോൾ ഞാൻ ഓരോ മീറ്റർ വെച്ച് ഇപ്പോൾ മുറിച്ചെടുക്കുവാണേ. ഇതേ രീതിയിൽ ഇതൊരു ബ്ലൂയിഷ് കളറാണ്, ഒരു പർപ്പിളിഷ് കളറും ഇതേ രീതിയിൽ മുറിച്ചെടുക്കുക. ഇനി ലൈനിങ് എടുത്തേ. ലൈനിങ് ഇപ്പോൾ ഞാൻ 2 കൂടെ കൊടുക്കുന്നില്ല, ഈ ഒരൊറ്റ കളറേ കൊടുക്കുന്നുള്ളൂ. കാരണം 2 കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ ആ ഭംഗി അങ്ങ് പോവും. അങ്ങനെയും ചെയ്യാറുണ്ട്. ബട്ട് ഇവിടെ ടൈമും കുറവാണ്, നമുക്ക് ഇരട്ടി പണിയെടുക്കേണ്ടി വരും. ഇപ്പം തന്നെ ഇത് നല്ല പണിയാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ ലൈനിങ്, നല്ല കട്ടിയുള്ള ലൈനിങ് ആയതുകൊണ്ട് തന്നെ ഒറ്റ ലൈനിങ് ഇടാമെന്ന് ഞാൻ അപ്പോഴാണ് തീരുമാനിച്ചത്. ലൈനിങ് ഒരു 2 ഇഞ്ച് കുറച്ച് കൊടുത്തേ. 21 22 എടുക്കാമേ. ഞാനിവിടെ 21.5 എടുത്തേക്കുന്നത്. അത് കട്ട് ചെയ്തെടുത്തേ. വേണമെങ്കിൽ നമുക്ക് ഇതുകൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് തന്നെ 3 മീറ്റർ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 6 മീറ്റർ ഇട്ട് കൊടുക്കാം, ചെറിയ ചെറിയ ഫ്രില്ല് ഇട്ടിട്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഡബിൾ കളറിനെ ഓരോന്നായിട്ട് ജോയിൻ ചെയ്തെടുക്കുവാണ്. ലോക്ക് ഇട്ട് ജോയിൻ ചെയ്യണേ. ഇത് മൊത്തത്തിൽ
ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ട് പോർഷനിൽ മൊത്തത്തിൽ 4 ഗ്യാതറിങ് അല്ലേ വേണ്ടത്, അപ്പോൾ 4 കൂടെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. സ്റ്റിച്ച് ഇടുമ്പോൾ കാണി വലുതാക്കിയിട്ട് സ്റ്റിച്ച് ഇടാവേ, ഇതേ രീതിയിൽ. എന്നിട്ട് അതിൻ്റെ ഒരു നൂലിൽ പിടിച്ചിങ്ങനെ ജസ്റ്റ് വലിച്ചു കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി ഗ്യാതറിങ് ആയിട്ട് വന്നോളും. ഇതേ രീതിയിൽ കുഞ്ഞു ഫ്രില്ലിട്ട് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ലേ ഫ്രില്ലിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇതൊരു ഡ്യുവൽ കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇതേ രീതിയിൽ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ വരേണ്ടത് 6.25 അപ്പോൾ നമുക്കൊരു 12.5 വേണം. ഈ ഫ്രില്ലിട്ട് നമുക്ക് 12.5 എടുക്കണം ഫ്രണ്ട് പോർഷനിൽ. അതേപോലെ ബാക്ക് പോർഷനിലും 12.5 അങ്ങനെയാണ്. നമ്മൾ ഇട്ട് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. 12.5 വേണം. അപ്പോൾ നമ്മൾ ഇട്ടെടുത്തത് കുറഞ്ഞു പോയേ. പിന്നെ ലൈനിങ്ങിൽ നമുക്ക് ഇതേപോലെ ഫ്രില്ലിട്ടെടുക്കണം. അതും 12.5 തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് 12.5 വരുന്നുണ്ട്. ഇനി അതിനെയും നമ്മുടെ ഈ ഫ്രില്ലിട്ട് വെച്ചതിനെയും കൂടെ ജോയിൻ ചെയ്തെടുക്കണം. അകവും പുറമൊന്നും തിരിഞ്ഞ് പോകരുത് ചെയ്യുമ്പോൾ. മുകളിലത്തെ പോർഷന് വേണ്ടി നമ്മൾ രണ്ട് പീസും അടിച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇതിന് 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് ഞാൻ 4.5 ആം ഹോളിന് 6 ചെസ്റ്റ്. താഴോട്ട് 9 നമുക്ക് വേണ്ടത്. 10 ഇപ്പം നമുക്ക് 10 മതി. ജസ്റ്റ് ഒന്ന് ആം ഹോൾ വരച്ചു കൊടുത്തു. 10 ഞാൻ ബാക്കി ബാലൻസ് പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിലിനി നമ്മൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ച് അങ്ങ് പോകും. അപ്പോൾ കറക്റ്റ് നമുക്ക് 9 കിട്ടിക്കോളും. വേസ്റ്റ് പാർട്ടെല്ലാം കട്ട് ചെയ്ത് കളയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് എടുത്ത് വെട്ടും. പിന്നെ ബാക്കിൽ സിബ് വെച്ച് കൊടുക്കണം. ഫ്രണ്ട് ആം ഹോൾ എടുത്ത് വെട്ടിക്കളഞ്ഞു. ഇനി ഈ ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനതൊന്ന് കറക്കി ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ ബാക്കിൽ സിബ് വെച്ച് കൊടുക്കുവാണേ. ഇനി നമ്മൾ ആ ചെയ്ത് വെച്ചേക്കുന്നത് അത് നമുക്ക് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. ബാലൻസ് പാർട്ട് മൊത്തം കട്ട് ചെയ്ത് കൊടുക്കണം. ഗ്യാതറിങ് കൊടുത്തു കഴിയുമ്പോഴത്തേനും അവിടെ എന്താ പറയുക, ഫ്രോക്കൊന്ന് പൊങ്ങി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് വന്ന ആ ഗ്യാതറിങ്ങും എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ ഇത്രയും ഗ്യാതറിങ് ഉണ്ടാവും നമ്മുടെ വേസ്റ്റ് ഭാഗത്ത്. അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മുടെ ഫ്രോക്കിന് വള്ളി വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഡബിൾ കളർ നെറ്റ് ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ പൊതുവേ നമ്മുടെ നെറ്റ് ഫ്രോക്കിനോട് ആൾക്കാർക്ക് അവഗണനയാണ് കേട്ടോ. കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഫുള്ളി ഇനി അടിച്ചങ്ങ് ജോയിൻ ചെയ്താൽ മതി. വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു എന്താ പറയുക വള്ളിയൂടെ വെച്ച് കൊടുക്കണം. ഒരു 3 ഇഞ്ച് വീതിയിലും ഒരു 20 ഇഞ്ച് 25 ഇഞ്ച് നീളത്തിലൊക്കെ വള്ളി വെച്ച് കൊടുത്താൽ മതി.
എനിക്ക് പേഴ്സണലി നെറ്റ് ഫ്രോക്കിനോടാണ് കേട്ടോ താല്പര്യം. എൻ്റെ മോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന മൊത്തം നെറ്റ് ഫ്രോക്കായിരിക്കും കൂടുതലും. കാരണം നെറ്റ് ഫ്രോക്ക് കിട്ടുന്നൊരു ഭംഗി മറ്റേത് മെറ്റീരിയലിലും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് നെറ്റാണ് കേട്ടോ. വേസ്റ്റ് ഭാഗത്ത് കറക്റ്റ് ഒരു വള്ളിയുടെ അകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. നെറ്റ് ഫ്രോക്കിൻ്റെ കൂടെ ഒരു കൺകൺ ഒക്കെ ഇട്ടാൽ നല്ല സൂപ്പറായിരിക്കും. ഔട്ട്ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ട്ലുക്ക്. അപ്പോൾ ആരും അങ്ങനെ ചൂസ് ചെയ്യാത്ത 2 കളർ ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നെറ്റും പിന്നെ ലൈനിങ്ങും മാത്രമാണ് ഇപ്പോൾ ഈ കാണുന്ന ഫ്രോക്കിൽ. നമ്മൾ സ്റ്റിഫ് നെറ്റൊക്കെ ആഡ് ചെയ്യാത്തത് അത് കുഞ്ഞുങ്ങൾക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റിഫ് നെറ്റ് വെച്ചിട്ട് സ്കേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫ്രോക്കിൻ്റെ കൂടെ ആയാലും സ്കേർട്ടിൻ്റെ കൂടെ ആയാലും പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ആ വീഡിയോ നമുക്ക് ചെയ്യാമേ. ഓൾറെഡി നമ്മൾ ഡ്യുവൽ കളർ വെച്ച് 2 ഐറ്റം ഇപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വണ്ടർഫുൾ വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ.